നമസ്തേ. ഇന്ന് ഡബിൾ ബാരലിന്റെ മറ്റൊരു വീഡിയോവുമായി ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വരികയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ കൂടെ ആരോഗ്യപരമായ കമൻറ്റുകൾ കൂടി ഉണ്ടായാൽ ഞങ്ങൾക്കും കുറച്ചുകൂടി നന്നാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇന്ന് നമ്മുടെ മോദി ഗവൺമെന്റ് പുതിയത് വന്നു. മൂന്നാമതും മോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ വളരെ ദുഃഖകരമായ ഒരു സംഗതി നാട്ടിൽ നടക്കും. എന്നും തീവ്രവാദികളെ കൊണ്ടും രാജ്യത്ത് എന്നും പ്രശ്നങ്ങളായിരുന്നു. 2014 മുമ്പ് എന്നും പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നം സഹിക്കാൻ പറ്റാത്ത എവിടെ വേണമെങ്കിലും ബോംബ് പൊട്ടാം, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബോംബെയിലൊന്നും ഒരു തീവണ്ടിയിൽ ധൈര്യമായിട്ട് കയറാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ മാഹിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ അവിടുന്ന് മരിച്ചിട്ടുണ്ട് കുറച്ചു മുമ്പ്. അങ്ങനെ നമുക്ക് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായതാണ്. മറ്റു പത്രങ്ങളിൽ പണ്ട് കാലത്ത് ഇത് ഏത് ദിവസവും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയുടെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും അന്ന് കേരളത്തിലേക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കേരളത്തിലേക്ക് കൂടി അത് കുറച്ച് വ്യാപിച്ചത്. ഈ തീവ്രവാദം, ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടായത് വളരെ ദാരുണമായി, വളരെ ക്രൂരമായിട്ട് ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ വിജയത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും, അവർക്ക് ആര് മരിക്കുന്നതിനും യാതൊരു വിഷമവുമില്ലാത്ത ഒരു 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 സ്ഥിതിവിശേഷമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാശ്മീരിൽ ഈ കഴിഞ്ഞ ഒരു ചെറിയ കാലഘട്ടം മോദി ഭരണം ഏറ്റെടുത്തതിന് ശേഷവും 2014 ശേഷവും കുറെ കാലമൊക്കെ ഇത് തുടർന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രണ്ടാം സർക്കാരൊക്കെ വരുമ്പോഴേക്ക് ഈ ടെററിസത്തിനെ ഒരു 90%, വേണമെങ്കിൽ അതിനും കുറച്ചും ജാസ്തി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, തടഞ്ഞു നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ഈ മൂന്നാം സർക്കാർ വന്ന സമയത്ത് വളരെ സങ്കടം തോന്നുകയാണ്. ഇത്രയും തടഞ്ഞു നിർത്താൻ അദ്ദേഹം എല്ലാ പണിപ്പെട്ട് തടഞ്ഞു നിർത്തി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾക്ക് വളരെ ഒരു വിശ്വാസത്തോടു കൂടി പോയാൽ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എവിടെയും പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അത്ര വലിയ ഇങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അവർക്കിത് മുമ്പ് കാലത്ത് കേരളത്തിൽ ഇത് അങ്ങനെ സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് കേരളീയർ ചിലപ്പോൾ ഈ പറയുന്നതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ മറ്റ് മഹാരാഷ്ട്ര, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഡൽഹിയിലും ബോംബെയിലൊക്കെ ഇത് വല്ലാതെ അനുഭവിച്ചിരുന്നു. കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ. കാശ്മീരിലുള്ള പണ്ഡിറ്റുകളൊക്കെ ഈ തീവ്രവാദികളുടെ അറ്റാക്ക് കൊണ്ട് ആ രാജ്യം തന്നെ വിട്ട്, സ്വന്തം നാട് വിട്ട്, സ്വത്തില്ലാതെ ഒന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു ഇന്നും അലഞ്ഞു തിരിയുന്നു എവിടെയെല്ലാം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല, ഇന്നുമില്ല എന്ന് തന്നെ പറയാം. ഇന്ന് കുറെ ആൾക്കാരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്, പലവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഏതായാലും ജമ്മു കാശ്മീരിൽ വളരെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ജനങ്ങൾക്ക് അവിടെ വളരെ വിശ്വാസത്തോടു കൂടിയും നല്ലൊരു അന്തരീക്ഷത്തോടു കൂടിയും എല്ലാ മതസ്ഥരും ഒന്നിച്ച് ജീവിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
പഴയ തരത്തിൽ ബോംബിടാൻ പറ്റുന്നില്ല, കല്ലേറുകൾ നടത്താൻ പറ്റുന്നില്ല, ഒരു തരത്തിലില്ല. വിഘടനവാദവുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന കാശ്മീർ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ചെയ്യുന്ന ചില പണികളാണിത്. വീണ്ടും ഈ പാക് ഇവിടെ ഒന്നും സാധിക്കാത്തത് കൊണ്ട് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ തീവ്രവാദികൾ ഇങ്ങനെ വിളയാടുകയാണ്, അഴിഞ്ഞാടുകയാണ്. പാകിസ്ഥാന്റെ കയ്യിലുള്ള നമ്മുടെ കാശ്മീർ, നമ്മുടെ തല, അതിനെ നശിപ്പിക്കണം, അവിടെ നിന്ന് വീണ്ടും ഈ തീവ്രവാദം തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരുള്ളത്. പാകിസ്ഥാനും മോദി പ്രധാനമന്ത്രിയായത് അങ്ങ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരെ മാതിരി അങ്ങോട്ട് സഹിച്ചില്ല. അവരുടെ കൂട്ടുപിടിച്ചിട്ടും അയാളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അയാൾ വീണ്ടും പ്രധാനമന്ത്രിയായി കിടക്കട്ടെ. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വന്ന് ഇവിടെ ഇത് പറയാൻ വിചാരിച്ചത്, കഴിഞ്ഞ ജൂൺ 9 മുതൽ മെയ് 4 ഒരു അറ്റാക്ക് ഉണ്ടായി. ഒരു എയർഫോഴ്സ് പട്ടാളക്കാരൻ മരിച്ചു. അദ്ദേഹത്തിന്റെ ശരീരവുമായിട്ട് ആ വീട്ടിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവിടെ ഉണ്ടാകുന്ന ശവദാഹവും അതിനോടനുബന്ധിച്ച് അമർ രഹേഗ, ഈ നിങ്ങൾ ആൾവാഴും ജീവിക്കട്ടെ, അങ്ങനെ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് എല്ലാവരും രാജ്യസ്നേഹത്തിന്റെ പലതരത്തിലുള്ള വികാരങ്ങൾ അവിടെ കാണിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായോ? വീണ്ടും ഉണ്ടായി ടെററിസ്റ്റ് അറ്റാക്ക്. അത് മെയ് 4 കഴിഞ്ഞപ്പോ പിന്നെ 9 ഒന്നുണ്ടായി. 9 ഉണ്ടായ അറ്റാക്ക് തീവ്രമായ ഒരു ബസ് അറ്റാക്ക് ചെയ്തു. ഒരു തീർത്ഥാടനം പോയി വരുന്ന ഒരു ബസ് അറ്റാക്ക് ചെയ്ത് 9ഓളം പേര് മരിച്ചു. 42 പേരോളം വളരെ ഗുരുതരമായ പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിലായി. അല്ലേ? നമ്മളെല്ലാവരും കണ്ടതാ. ഇതിനും പാലക്കാട് ആക്രമണത്തിന്റെ മാതിരി തെളിവുണ്ടോ എന്ന് ചോദിക്കരുത്. അന്ന് ആ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി അതിനെതിരെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ചെറിയ യുദ്ധം പ്രഖ്യാപിച്ച് അതിനെ അടിച്ചമർത്തി വെറും നിമിഷങ്ങൾക്കുള്ളിൽ. അന്ന് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ മോദിക്കെതിരെ സംസാരിക്കുന്ന, അയാളെ കണ്ടുകൂടാത്ത, അയാൾക്കെതിരെ എന്നും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അന്ന് ചോദിച്ചത് അതിന് തെളിവുണ്ടോ എന്നാണ്. അതേമാതിരി ഈ മരിച്ച ഇവർക്കും ഇവരുടെ കുടുംബത്തിനും പോയി. ആ ബസ്സിൽ ആക്രമിക്കപ്പെട്ട ബാക്കി 42 പേരിനും പല അപകടത്തിൽപ്പെട്ട് പല തരത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച് വരാതിരിക്കട്ടെ ഒരു വിഭാഗം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് കഴിഞ്ഞ് ജൂൺ 11 5 ആർമി ഓഫീസേഴ്സ് 5 ആർമി പേഴ്സണൽസ് മരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ടായി ജൂൺ 26 അവസാനമായിട്ട് ജൂൺ 26 സംഭവിച്ചു. അപ്പൊ ഇവരെയൊക്കെ ഈ ശരീരവുമായിട്ട് നമ്മളൊരു പെട്ടിയിലാക്കി അവരുടെ ഈ ശരീരവുമായി ആ വീടുകളിലേക്ക് എത്തുക, ആ വീട്ടിൽ നിന്ന് വലിയ ഘോരഘോഷത്തോടു കൂടിയുള്ള ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചത് കൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. തീവ്രവാദം അവിടെ ഇല്ലാതാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഈ പ്രധാനമന്ത്രി ഇതിനെ ചെറുത്തു നിൽക്കണം. കാരണം ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു വെള്ളം മാതിരിയാണ്. ഒരു വെള്ളൊഴുക്ക് അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാം. ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രതീകമാണ്.
ഈ വെള്ളച്ചാട്ടത്തിനെ നമ്മൾ എവിടെയെങ്കിലും റെസിസ്റ്റ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ, ഒരു ഡാം കെട്ടിയില്ലെങ്കിൽ, അതൊരു ഒരു ശക്തമായ ഒരു ഡാം അല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് നമുക്ക് തടുത്തു നിൽക്കാൻ പറ്റില്ല. ഇറക്കത്തിൽ അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് തടുത്തു നിർത്തണമെങ്കിൽ ഇതിനെ ഇല്ലാതാക്കണം. പക്ഷെ ഇന്ന് പ്രധാനമന്ത്രി അതിനുള്ള തുടക്കം ഇട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രിക്ക് പുറമേ നിന്നുള്ള ആക്രമണം മാത്രമല്ല തടുത്താ പോരല്ലോ, രാജ്യത്തിന്റെ അകത്തുള്ള ഒരു വിഭാഗത്തിനെ കൂടി മൂടിക്കെട്ടണമല്ലോ. കാരണം രാജ്യത്തിന്റെ അകത്ത് നിന്ന് പുറത്തുള്ളതിനെക്കാട്ടും അതിശക്തമായി കൊണ്ടുള്ള ഒരു ഒരു അറ്റാക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ പലവരും ഇതിനെ എതിർത്തുകൊണ്ടും ഇതിനെ പരിഹസിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മളതിൻ്റെ അടിയിലൊക്കെ കമന്റ് ഇട്ടേക്കാം. എന്ത് തന്നെ ആയാലും ഇത് പറയാതിരിക്കാൻ പറ്റും. പറയേണ്ടത് നമ്മൾ പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി അതിനെ എതിർക്കാതെ രാജ്യത്തിന്റെ കൂടെ നിന്ന്, രാജ്യത്തിനെ സ്നേഹിച്ച്, രാജ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാജ്യസ്നേഹികളുടെ കൂടെ ഒന്ന് നിന്നു കൊടുക്കാനെങ്കിലും ഇവിടെയുള്ള ഒരു വിഭാഗം ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം അങ്ങ് പറഞ്ഞേക്കണ്ട അത് ഞങ്ങളെ കുറിച്ചാണെന്ന്. രാജ്യത്തിനെ സ്നേഹിക്കാത്തൊരു വിഭാഗത്തിനെയാണ് പറയുന്നത്. ആരെങ്കിലും സ്വയം ഏറ്റെടുക്കേണ്ട ഞങ്ങളാണ് അവർ എന്ന് പറഞ്ഞ്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് സ്വതവേ കാണാറ്. രാജ്യദ്രോഹം, രാജ്യസ്നേഹികളല്ല എന്ന് ആരെങ്കിലും രാജ്യദ്രോഹം ചെയ്തു എന്നും ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് തോന്നും അത് ഞങ്ങളെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് അതിനെതിരെ കമന്റുകളും കാര്യങ്ങളും ഇട്ട് സ്വയം അങ്ങ് ഏറ്റെടുത്ത് കുരിശിലങ്ങ് തറച്ചു നിൽക്കുകയായി ചെയ്യുക. അതിന്റെ ആവശ്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും രാജ്യസ്നേഹികൾ തന്നെയാണ്. എല്ലാവരും രാജ്യത്തിനെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവരും ഈ രാജ്യത്തിന്റെ ഈ പുരോഗമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരെ കൂടെ ഒന്ന് നിൽക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കണം, അല്ലാത്തതിന് വേണ്ടി നിൽക്കണ്ട. നിങ്ങളുടെ രാജ്യത്തിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മതങ്ങളും മറ്റ് വികാരങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ മോഡിയെ മറന്നേക്കും. മോഡി എന്ന വ്യക്തിയോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ മറക്കുക. പക്ഷെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഈ ശരീരത്തിനെയൊക്കെ വലിച്ച് നമ്മളിങ്ങനെ വളരെ ബഹുമാനത്തോടു കൂടി എടുത്തു കൊണ്ടുവന്ന് ഓരോ വീട്ടുമുറ്റത്ത് വെച്ച്, ആ വീട്ടുമുറ്റത്ത് വെക്കുമ്പോൾ ആ വീട്ടിലുള്ള മാതാപിതാക്കളുടെ ആ ഒരു വികാരങ്ങൾ മുഴുവൻ കണ്ട് തേങ്ങിപ്പോകുന്ന ഒരു ഏതൊരു പൗരനും ഇവിടെ ഉണ്ടാകും. ഈ പൗരന്മാർക്ക് അത്തരത്തിലുള്ളൊരു ബേജാറുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മോദി ഇതിനെതിരെ ഒരു ലൈറ്റ്നിങ് അറ്റാക്ക്, ഒരു മിന്നൽ അറ്റാക്ക് നടത്തേണ്ട സമയമാണിത്. അടിച്ചു പൊളിക്കണം. മോസ്കോയിൽ നിന്ന് നാളെ മോദി ഇവിടെ ഇറങ്ങുന്നത് നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന ഒരടിപൊളി ക്യാരക്ടർ മാതിരി തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എൻ്റെ ആശയമാണത്. അത് ഞാൻ പറയുന്നു. ഇതേ തരത്തിൽ തന്നെ ഒരുപാട് ഇങ്ങനെ ആശിക്കുന്നവരുണ്ടാകും. നമ്മൾ രാവണപ്രഭു സിനിമയിലൊക്കെ കണ്ട് മോഹൻലാൽ ഇങ്ങനെ വന്ന് ഇറങ്ങി അടിച്ചു പൊളിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ. അതേ തരത്തില് ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ഈ എതിരാളികളെ, ഈ ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന് എന്നും തലവേദനയായി നിൽക്കുന്നവരെ അങ്ങ് അടിച്ചു തീർക്കണം. അടിച്ചു തീർത്തുകൊണ്ട് ഇന്ത്യയുടെ കൊടി പാറണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടാണോ മോസ്കോയിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഭൂപടം, ഒരു മാപ്പ് കഴിഞ്ഞ ദിവസം റഷ്യ ഇറക്കിയിരുന്നു.
ഒരു രാജ്യങ്ങളും ഒരിക്കലും ഇറക്കാത്ത ഒരു മാപ്പായിരുന്നു ഇറക്കിയിരുന്നത്. എന്താണത്? ജമ്മു കാശ്മീരിനെ, അതായത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഭൂപടം അവർ വരച്ചു, പ്രസിദ്ധീകരിച്ചു. അത് പ്രധാനമന്ത്രി അവിടെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രധാനമന്ത്രിയുടെ യാത്ര അവിടെ എത്തി ലോകത്തിൽ ഉള്ള ഒരു ശക്തി കൂടിയായ റഷ്യയുടെ ഒരു പിന്തുണയുമായിട്ടാണ് അദ്ദേഹം വരുന്നതെന്ന്. അദ്ദേഹം വരും, അദ്ദേഹം എത്തും. എത്തിയ ദിവസം തന്നെ അങ്ങനെ ഒരു അറ്റാക്ക് അടിച്ചു പൊളിക്കണം. നിമിഷ നേരം കൊണ്ടായിരിക്കണം. യുദ്ധമാവരുത്. യുദ്ധമായാൽ നമ്മുടെ നാട്ടില് ചിലവർക്ക് അത് സഹിക്കില്ല. കാരണം ചിലവർക്ക് രാജ്യത്തിനെക്കാട്ടും മറ്റു പല കാര്യങ്ങളിലുമായി സ്നേഹം അങ്ങ് മൂത്തുപോകും. അപ്പോൾ അത് വേണ്ട. ആലോചിക്കാനുള്ള സമയം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലെ പല നേതാക്കന്മാരും പല ആൾക്കാരും മോഡി, അന്ധമായ മോഡി വിരോധം കൊണ്ട് രാജ്യത്തിന് വരെ എതിർത്തു പറയും. പണ്ട് പാലാക്കോട്ട് പറഞ്ഞ മാതിരി അവസാനം ഇതിനൊക്കെ തെളിവുണ്ടോ, ഈ മരിച്ച പാവങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്ത് എന്ന് വരെ ചോദിച്ചു പോകുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് ഈ നാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനൊന്നും ഒരു അവസരം കൊടുക്കാതെ മിനിറ്റുകൾക്കുള്ള ഒരു അറ്റാക്ക്, മിനിറ്റുകൾ കൊണ്ടുള്ള ഒരു അറ്റാക്ക് ലോകത്ത്, ഈ രാജ്യത്ത് നിന്ന് പറന്നുയരണം. പറന്നുയർന്ന് അടിച്ച് തമർത്തിക്കൊണ്ട് തിരിച്ചു വരണം. അതാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു ശക്തമായ ഒരു വരുത്താകട്ടെ മോസ്കോയിൽ നിന്നുള്ള ഇറക്കം എന്ന് നമ്മൾ പ്രത്യാശിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് നിർത്തുന്നു. നമസ്തേ, നമസ്കാരം.